നല്ല അടിപൊളി ടാറിങ് റോഡാണ്. അത് കുത്തിപ്പൊളിച്ചിട്ട് പഞ്ചായത്തുകാർ ചെയ്യുന്ന പോക്കൃത്തരമാണിത്. പാവപ്പെട്ടവർ താമസിക്കുന്ന രീതിയിലൊന്നും റോഡ് പണിയില്ല. അല്ലാത്തവർക്കെല്ലാം റോഡ് പണിത് ഭദ്രമാക്കി കൊടുക്കും. അതിൻ്റെ ഒറിജിനൽ ഭാഗം നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇതാണ് റോഡിൻ്റെ ഒറിജിനൽ ഭാഗം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കിടന്ന റോഡാണ് കുത്തിപ്പൊളിച്ചിട്ട് അതപ്പുറം കോൺക്രീറ്റ് ചെയ്യുന്നു. പഞ്ചായത്തിൽ എത്ര റോഡുകളാണ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്? അതൊന്നും അവർക്ക് പ്രശ്നമല്ല. നല്ല റോഡ് കുത്തിപ്പൊളിച്ച് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ നല്ല മനോഹരമായ റോഡുകൾ കുത്തിപ്പൊളിച്ച് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നതാണ് മുമ്പ് നിങ്ങൾ കണ്ടത്. ഇതാണ് നല്ല റോഡ് കുത്തിപ്പൊളിച്ച് പണമുള്ളവൻ്റെ വീട്ടിലേക്ക് റോഡുകൾ ഭദ്രമാക്കി കൊടുക്കുക. ദരിദ്രരായ ആൾക്കാർ കിടക്കുന്നിടത്ത് റോഡില്ല. ഇതാണ് ദരിദ്രരായി കിടക്കുന്ന ആൾക്കാർ. വീടില്ല, ഒരു നല്ല വഴി പോലുമില്ല, കുടിവെള്ളമില്ല. 10, 30, 50 വീട്ടുകാർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വഴിയാണ് നിങ്ങളീ കാണുന്നത്. ഒരു 30, 40, 50 വർഷം വരെ വർഷം പഴക്കമുള്ള ആൾക്കാർ താമസിക്കുന്നിടമാണ്. നിങ്ങൾ മുമ്പേ കണ്ടത് പണമുള്ളവരുടെ വീടുകൾക്ക് മാത്രം നല്ല വഴി. ഏകദേശം 50 വർഷങ്ങളും പഴക്കമുള്ള ആൾക്കാർ കിടക്കുന്ന വഴിയാണിത്. ഈ വഴിയാണ് നടക്കാൻ പോലീസിലേക്ക് ഒരു ഓട്ടോ പോലും കയറി പോലാത്തടത്ത് പഞ്ചായത്ത് ചെയ്യുന്ന തെറ്റുകളൊക്കെ. നല്ല റോഡ് കുത്തിപ്പൊളിച്ച് അവിടെ വീണ്ടും വാർക്കുകയാണ്. ഇത് സാമൂഹ്യ മധ്യയിൽ ഒരു പ്രവർത്തന മേഖലയായിരിക്കും. ഈ കാണുന്നതാണ് ദരിദ്രരായ ആൾക്കാർ താമസിക്കുന്നതിനുള്ള വഴി. ഇത് നല്ലൊരു പാതയിലേക്ക് ഇതിന് ചേരുന്നതാണ്. ഈ കാണുന്ന വഴിപ്പാതയാണ് ദരിദ്രരായ ആൾക്കാർ താമസിക്കുന്നത്. ഇവിടെ വീടില്ല, വെള്ളമില്ല, നല്ല വഴിയില്ല, ഒന്നുമില്ല. സാധാരണ ജനങ്ങൾ കഴിയുന്നിടമാണ്. വീടില്ല, വഴിയില്ല, വെള്ളമില്ല, നല്ല വീടുകളില്ല, ലൈറ്റില്ല. പഞ്ചായത്തിലെ പൈപ്പ് ലൈനില്ല. ഇത് കാണിക്കുന്ന ഈ വഴി പോകുന്ന ആദിവാസികൾ താമസിക്കുന്നത് അവർക്കൊരു നല്ല വീടില്ല, വഴിയില്ല, വെള്ളമില്ല, കക്കൂസ് പോലുമില്ല. ഒന്നുമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൽ മുതലാളിമാർ താമസിക്കുന്നവർക്ക് മാത്രം റോഡുകൾ മനോഹരമായി പണിതുകൊണ്ടിരിക്കുന്നു. അല്ലാത്തത് റോഡില്ല, വെള്ളമില്ല, വഴിയില്ല. എത്ര ദൂരം താണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ എല്ലാവരും വെള്ളം ഇറക്കിയാണ് കഴിയുന്നത്. പഞ്ചായത്തിൻ്റെ ഒരു കുടിവെള്ള പദ്ധതിയിൽ വന്നിട്ട് പൈപ്പ് ലൈനിടാൻ അവർ സമ്മതിക്കാത്ത ജനതയാണ്. ഇവിടുത്തെ പാർട്ടിക്കാരാണ്. ഇവിടുത്തെ പാർട്ടിക്കാർ കുടിക്കേണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്തതെന്നും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഗ്രാമപഞ്ചായത്ത് വ്യക്തികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. മെമ്പറിനെയും കൊള്ളത്തില്ല. പാർട്ടിക്കാർക്ക് മാത്രം വെള്ളം കൊടുക്കുന്നു, അല്ലാത്തവർക്ക് വെള്ളമില്ല. യേശുവിൻ്റെ നാമം. പാർട്ടിക്കാർക്ക് വെള്ളം കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് ഒരിക്കൽ തീ പിടിച്ച് നശിപ്പിച്ച് പോയൊരു പുരയിടമാണത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്